കുറേ സ്റ്റാറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാമറയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതെല്ലാം കുഞ്ഞ് തന്നെയായിരുന്നു. അപ്പോൾ ആൾ പോയി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു സംശയം കൂടി ഉണ്ടെന്ന് വെച്ചാൽ ഇയാൾ ഇടയ്ക്ക് പോയി നോക്കുന്ന സമയത്ത് ക്യാമറ ഓഫ് ചെയ്ത് കളയുമെന്നും കൂടി ഒരു സംശയമുണ്ട്. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഓടിക്കളിച്ച് കിടക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് സപ്പോർട്ടീവ് തന്നെയാണ് കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരെങ്കിലും ഒരാൾ ഇങ്ങനെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലല്ലേ നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഒറ്റയ്ക്കാണെങ്കിലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. ഏത് ടൈമിലാണെങ്കിലും നമ്മളെ സന്തോഷപ്പെടുത്താൻ നമുക്ക് വേറെ ആരും ഉണ്ടാവില്ല, നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. എന്നാലും നമ്മൾ ഇപ്പോൾ ഒത്തിരി ഹാപ്പിയാണ്. കഴിഞ്ഞ ക്രിസ്മസ് ഭയങ്കര ബോറായിരുന്നു. ക്രിസ്മസ് എന്നല്ല, ന്യൂ ഇയർ ശരിക്കും ബോറടിച്ച് അവശതയായൊരു ന്യൂ ഇയർ ആയിരുന്നു കഴിഞ്ഞ ഇയറിലുണ്ടായിരുന്നത്. പക്ഷേ ഈ ഇയർ അങ്ങനെ പോകണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇത് എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ സെൽഫായിട്ടെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണ് ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനം. ഇത് ഒത്തിരി നാൾ നീണ്ടു പോകുന്ന തീരുമാനം എന്നല്ല. ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണ് ഞാൻ ഈ ന്യൂ ഇയറിൽ കണക്കാക്കിയെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം എനിക്ക് ആ ന്യൂ ഇയർ ഭയങ്കര സാഡായിട്ടുണ്ടായിരുന്ന ഒരു ന്യൂ ഇയർ തന്നെയാണ്.